നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ പ്രവാസികളെ അടിയന്തരമായി നാട്ടിലെത്തിക്കണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴും മെയ് 31 വരെ സർവീസ് നടത്തില്ലെന്ന് വ്യക്തമാക്കി ഇന്ത്യയുടെ ദേശീയ വിമാന കമ്പനിയായ എയർ ഇന്ത്യ. സർവീസ് റദ്ദാക്കൽ മെയ് 31 വരെ ദീർഘിപ്പിച്ച എയർ ഇന്ത്യ ജൂൺ 1 മുതലാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് അടക്കമുള്ള രാജ്യാന്തര വിമാന ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസും അന്നു മുതലുള്ള സർവീസുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ആഭ്യന്തര സർവീസ് മെയ് 4 മുതൽ ആരംഭിക്കും. കോവിഡ്-19 വൈറസ് ബാധ ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചൈനയിലെ വുഹാനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ പ്രത്യേക വിമാനത്തിലെത്തിച്ചത് എയർ ഇന്ത്യയാണ്. കോവിഡ് പ്രതിരോധ പ്രയത്നങ്ങളുടെ ഭാഗമായി മറ്റു പല ഓപ്പറേഷനുകളും എയർ ഇന്ത്യ നടത്തിയിരുന്നു. എന്നാൽ എയർ ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ കരുത്തു പകരുന്ന ഗൾഫ് മേഖലയിലെ ഇന്ത്യക്കാരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്ന അസംതൃപ്തി പ്രവാസികൾക്കിടയിൽ ശക്തമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നിരവധി രാജ്യങ്ങൾ പ്രത്യേക വിമാനങ്ങളിൽ തങ്ങളുടെ പൗരന്മാരെ നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനങ്ങളോട് സജ്ജമാക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടു എന്നും വൈകാതെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാൻ വിമാനങ്ങൾ പറക്കുമെന്നും ചില കേന്ദ്രങ്ങൾ അനൌദ്യോഗികമായി വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇന്ത്യക്കാരെ കൊണ്ടുപോകാൻ പ്രത്യേക വിമാനം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നാണ് എയർ ഇന്ത്യ വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം ഇന്ത്യ സർക്കാർ അനുമതി നൽകുകയാണെങ്കിൽ ഏത് സമയവും ഇന്ത്യക്കാരുമായി പറക്കാൻ തയ്യാറാണെന്ന് UAE വിമാന കമ്പനികളായ എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ്, ഇറ്റിഹാദ്, എയർ അറേബ്യ എന്നിവ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.